ഏഷ്യാനെറ്റിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാലേട്ടൻ വരുന്നതും ലാലേട്ടൻ ടാസ്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെയാണ് ആ പ്രൊമോയ്ക്കകത്ത്. പ്രധാനമായിട്ട് നമ്മുടെ ടാസ്ക് ചെയ്യിച്ച നമ്മുടെ ഋഷിയോട് ചോദിക്കുന്നുണ്ട്, ബോണസ് ടാസ്ക് ചെയ്യിച്ച വിട്ടു തരുമോയെന്ന് തോന്നുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും വിട്ട് വന്നപ്പോൾ ഞാൻ ആകപ്പാടെ ഞെട്ടിപ്പോയി എന്ന് തന്നെയാണ് ജിൻഡോ നമ്മുടെ ഋഷി പറയുന്നത്. അപ്പം ജാസ്മിനോട് ചോദിച്ചു കൊണ്ട് ജാസ്മിൻ ആദ്യമേ തന്നെ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ജാസ്മിൻ പറയുന്നത് എനിക്ക് ഒരു കാരണവശാലും ജയിക്കാൻ പറ്റില്ല, എന്നെ ജയിപ്പിക്കത്തില്ല എന്ന് തോന്നലുകൊണ്ടാണ് വിട്ടുകൊടുത്തതെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഫിജോയോട് ചോദിക്കുന്നുണ്ട്. ഫിജോ അഭിപ്രായം പറഞ്ഞ് വിട്ടുകൊടുക്കൽ ഒന്നിനും പരിഹാരമല്ല, ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഫിജോ പറയുന്നത്. പക്ഷേ നമ്മുടെ അൻഫിബയോടും ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ള മത്സരാർത്ഥികളോടും ചോദിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷേ പ്രൊമോയ്ക്കകത്ത് അൻഫിബയോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അൻഫിബ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അൻഫിബ പറയുന്നു, ഈ വിട്ടുകൊടുത്തത് ചില വിട്ടുകൊടുക്കൽ നല്ലതാണ് ലാലേട്ട, ജാസ്മിൻ ഇവിടെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് അവൾക്ക് വോട്ട് നേടും എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു വിട്ടുകൊടുക്കലാണ് എന്നുള്ള രീതി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അൻഫിബയ്ക്ക് പറഞ്ഞെങ്കിലും ബിഗ് ബോസിൽ ഇത് ആദ്യമേ പറയുന്നത് ജിൻഡോ ആണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഇവർ ഗെയിമെല്ലാം കഴിഞ്ഞ് ഋഷിക്ക് വിട്ടുകൊടുത്തതിന് ശേഷം അർജുനും നമ്മുടെ ജാസ്മിനും എല്ലാവരും കൂടെ അവിടെ ഇന്ന് കഴിഞ്ഞപ്പോൾ ഫിജോയുണ്ട്. അന്നേരം ജിൻഡോ പറഞ്ഞ വാക്കുകളാണിത്: നിങ്ങളുടെ ഗെയിം നന്നായി, നിങ്ങൾ വിട്ടുകൊടുത്തതാണെങ്കിൽ വളരെ നന്നായി, അങ്ങനെ തന്നെ വേണമായിരുന്നു, അത് അവന് പുറത്ത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജിൻഡോയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജിൻഡോ അവരോടും പറയുന്നുണ്ട്. അപ്പം പറഞ്ഞ സത്യം പറഞ്ഞ അന്നേരമാണ് ജാസ്മിനും അർജുനും തന്നെ ഇങ്ങനൊരു ഗെയിം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് അറിയുന്നത്. ഇപ്പോൾ അൻഫിബടുത്തും പറഞ്ഞിട്ടുണ്ട്, ജിൻഡോ എല്ലാവരും കൂടി ഇരുന്നപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് അൻഫിബ നമ്മുടെ ജാസ്മിനെ അടിക്കാൻ വേണ്ടി ഒരു വടി കിട്ടിയപ്പം എടുത്ത് പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞത് ജിൻഡോ തന്നെയാണ്. ഇപ്പം ജിൻഡോയെ സംബന്ധിച്ച് ജിൻഡോയോട് ചോദിച്ചോ എന്നറിയില്ല. ജിൻഡോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു കാരണവശാലും ലാലേട്ടനോട് ഇത് പറയുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അൻഫിബ ഇത് തുറന്നു പറഞ്ഞു. അൻഫിബയുടെ വാക്കുകളായിട്ട് തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അൻഫിബ പൊളിച്ചടുക്കി എന്നൊക്കെയുള്ളതായിരിക്കും, തംബ്ലൈൻ ഉദ്ദേശിച്ചായിരിക്കും അൻഫിബ ഇങ്ങനെ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ചില വിട്ടുകൊടുക്കൽ ഒരു ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ അറിയാതെയാണ് അർജുനും ജാസ്മിനും ഒക്കെ വിട്ടുകൊടുത്തത്. അതവർക്ക് പുറത്ത് വോട്ട് നേടി തരുമായിരിക്കാം.